നന്മയുടെ പ്രകാശം തിന്മയുടെ അന്ധകാരത്തെ കീഴ്പ്പെടുത്തിയതിൻ്റെ കഥയാണ് ദീപാവലിയുടെ കഥ. ഭാരതത്തിൻ്റെ ഓരോ കോണിലും വിളക്കുകൾ തെളിയുന്ന ഈ രാത്രിയെ നമ്മൾ ദീപാവലി എന്ന് വിളിക്കുന്നു. ദീപാവലിയുമായി ബന്ധപ്പെട്ട് രണ്ട് കഥകളാണുള്ളത്. ഒന്ന് നരകാസുരൻ്റെ പതനവും മറ്റൊന്ന് ശ്രീരാമൻ്റെ അയോധ്യ പ്രവേശവുമാണ്. ആദ്യം നമുക്ക് നരകാസുരൻ്റെ പതനം കേൾക്കാം. പണ്ട് പ്രഗ്ജ്യോതിഷപുരം എന്ന രാജ്യത്ത് നരകാസുരൻ എന്നൊരു ദുഷ്ടനായ രാജാവ് ഭരിച്ചിരുന്നു. ഭൂമിദേവിയുടെ പുത്രനായിരുന്നു നരകൻ. അതിനാൽ അമ്മയ്ക്ക് മാത്രമേ തന്നെ കൊല്ലാൻ സാധിക്കൂ എന്ന വരം അയാൾ നേടിയിരുന്നു. ഈ വരം കിട്ടിയതോടെ അയാൾ അഹങ്കാരിയായി. ലോകം മുഴുവൻ ദുരിതത്തിലാക്കി. ദേവമാതാവായ അതിഥിയുടെ ദിവ്യകുണ്ടലങ്ങൾ അവൻ മോഷ്ടിച്ചു. അതുപോലെ 16,000 രാജകുമാരിമാരെ തടവിലാക്കി. അവരുടെ ജീവിതം ഇരുട്ടിലാക്കി. ഈ ദുരിതങ്ങളെല്ലാം സഹിക്കാനാവാതെ ദേവന്മാരും മനുഷ്യരും അഭയം തേടി ഭഗവാൻ കൃഷ്ണന്റെ മുന്നിലെത്തി. ശ്രീകൃഷ്ണൻ ഉടനെ തന്നെ പത്നിയായ സത്യഭാമയോടൊപ്പം ഗരുഡാരൂഢനായി നരകാസുരന്റെ കോട്ടയിലേക്ക് യാത്ര തിരിച്ചു. ഘോരമായ യുദ്ധം നടന്നു. തന്റെ വരം കാരണം നരകൻ ശക്തനായി നിന്നു. അപ്പോൾ കൃഷ്ണൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം യുദ്ധത്തിൽ ക്ഷീണിച്ചതായി നടിച്ചു. ഇത് കണ്ട് അഹങ്കാരിയായ നരകാസുരൻ വിജയോന്മാദത്തോടെ കൃഷ്ണന് നേരെ അസ്ത്രമയച്ചു. തന്റെ പ്രിയതമൻ വീണതു കണ്ട സത്യഭാമ കോപാകുലയായി. വില്ലെടുത്തു. അവൾ ശക്തിയോടെ അയച്ച അസ്ത്രം നരകാസുരന്റെ നെഞ്ചിൽ തറച്ചു. നരകൻ നിലം പതിച്ചു. കാരണം സത്യഭാമ സാക്ഷാൽ ഭൂമിദേവിയുടെ അവതാരമായിരുന്നു. അമ്മയുടെ കൈകളല്ലാതെ തനിക്ക് മരണമില്ല എന്ന് നരകന്റെ കരൻ അങ്ങനെ കളിച്ചു. നരകാസുരന്റെ മരണം സംഭവിച്ചത് തുലാമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി നാളിലായിരുന്നു. ഈ വിവരമറിഞ്ഞ് ലോകം മുഴുവൻ സന്തോഷത്തിൽ നിറഞ്ഞു. തടവിലാക്കപ്പെട്ട 16,000 സ്ത്രീകളും മോചിതരായി. തിന്മയുടെ അന്ധകാരം നീങ്ങി. നന്മയുടെ പ്രകാശം പകർന്നു. ആ സന്തോഷത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ദീപങ്ങൾ തെളിയിച്ച് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്.